നമസ്കാരം. ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പോലീസ് അന്വേഷണം നടക്കവേ കുറച്ചു ദിവസമായി കൃഷ്ണകുമാറും കുടുംബവുമായിരുന്നു വാർത്തകളിൽ നിറഞ്ഞത്. ഈ വിഷയത്തിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ആ കുടുംബത്തിന് പിന്തുണയും ലഭിച്ചു. ഇപ്പോൾ വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ദിയയും അഹാനയും. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി പ്രതിസന്ധികളിലൂടെ കടന്നു പോവുകയായിരുന്നു നടി അഹാന കൃഷ്ണയും കുടുംബവും. വിഷമഘട്ടങ്ങൾ തരണം ചെയ്തതിന് പിന്നാലെ തങ്ങളെ പിന്തുണച്ച എല്ലാവരോടും നന്ദി പറയുകയാണ് ഇരുവരും. കഴിഞ്ഞ 3-4 ദിവസങ്ങൾ ജീവിതത്തിലെ ഏറ്റവും ഇരുണ്ട ദിനങ്ങളായിരുന്നുവെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ആ ഇരുട്ട് അനുഭവപ്പെടാതെ ജീവിതം തെളിച്ചമുള്ളതാക്കിയത് കേരളത്തിലെ ജനങ്ങളായിരുന്നു എന്നാണ് അഹാന ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചിരിക്കുന്നത്. തനിക്കും കുഞ്ഞിനും കുടുംബത്തിലെ മറ്റെല്ലാവർക്കും കഠിനമായിരുന്ന ദിവസങ്ങൾ കേരളത്തിലെ ജനങ്ങളുടെ നിരുപാധിക പിന്തുണ കൊണ്ട് മറികടക്കാൻ കഴിഞ്ഞുവെന്ന് ദിയയും ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചു. അഹാനയുടെ ഇൻസ്റ്റഗ്രാം കുറിപ്പ് ഇങ്ങനെയാണ്: കുഴഞ്ഞു മറിഞ്ഞ പ്രശ്നങ്ങൾക്കിടയിലും ഒരു നിമിഷം എല്ലാവർക്കും നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ 3-4 ദിവസങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കറുത്ത ദിനങ്ങളായിരുന്നു. പക്ഷേ നിങ്ങൾ ഓരോരുത്തരും എന്നിലും എൻ്റെ കുടുംബത്തിലും അർപ്പിച്ച വിശ്വാസം, ഉപാധികളില്ലാത്ത സ്നേഹവും കാരണം ഞങ്ങൾ ആ ഇരുട്ടറിഞ്ഞതേയില്ല. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ വെളിച്ചം വളരെ തിളക്കമുള്ളതായിരുന്നു. അത് ഞങ്ങൾക്ക് സുരക്ഷിതത്വവും സ്നേഹവും സംരക്ഷണവും തന്നു. മനുഷ്യത്വത്തിലും സത്യത്തിൻ്റെ അപാരമായ ശക്തിയിലും ഞങ്ങളുടെ വിശ്വാസം പുനഃസ്ഥാപിച്ചതിന് കേരളത്തിലെ എല്ലാവർക്കും നന്ദി. കേസിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ നിയമപരമായി മുന്നോട്ട് പോവുകയാണ്. നിങ്ങളിൽ പലരും ആഗ്രഹിക്കുന്നത് പോലെ ഈ കേസിൻ്റെ സ്വാഭാവിക നടപടികളും പരിണിത ഫലവും ഞങ്ങളും കാത്തിരിക്കുകയാണ്. നമ്മുടെ നിയമവ്യവസ്ഥയിലും നീതി നടപ്പാക്കപ്പെടുമെന്ന വസ്തുതയിലും ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഒരിക്കൽ കൂടി നിങ്ങൾ ഓരോരുത്തർക്കും നന്ദി എന്നാണ് അഹാന കുറിച്ചിരിക്കുന്നത്. അതേസമയം ദിയയുടെ കുറിപ്പ് ഇങ്ങനെ: കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ എനിക്കും എൻ്റെ കുഞ്ഞിനും എൻ്റെ കുടുംബത്തിനും വളരെയധികം കഠിനമായിരുന്നു. ഈ വിഷമഘട്ടത്തിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും പിന്തുണച്ച മാധ്യമങ്ങൾക്കും ഫോളോവേഴ്സിനും മറ്റുള്ള എല്ലാവർക്കും നന്ദി പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. ഈ ദിവസങ്ങൾ ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതെന്നെ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും കൂടുതൽ ശക്തിയാക്കി. കുറ്റകൃത്യങ്ങൾക്കെതിരെ നമ്മൾ കേരളീയർ എത്രത്തോളം ഒറ്റക്കെട്ടാണെന്നും നിങ്ങൾ എനിക്ക് മനസ്സിലാക്കി തന്നു. എനിക്കും എൻ്റെ കുടുംബത്തിനും നിങ്ങൾ നൽകിയ വലിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും എല്ലാവർക്കും നന്ദി എന്നാണ് ദിയയുടെ കുറിപ്പ്. ദിയ കൃഷ്ണയുടെ ഒബൈഎസ് എന്ന സ്ഥാപനത്തിലെ ജീവനക്കാരായ 3 യുവതികൾ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നായിരുന്നു ദിയയുടെ പരാതി. ഇതിനു പിന്നാലെ കൃഷ്ണകുമാർ തങ്ങളെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി തുടങ്ങിയ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് 3 യുവതികളും രംഗത്ത് വന്നിരുന്നു. 2 പരാതികളിലും പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി എന്ന കേസിൽ കൃഷ്ണകുമാറും മകൾ ദിയ കൃഷ്ണയും മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരുന്നു. അതേസമയം തട്ടിപ്പുകൾ കൈയോടെ പിടിച്ചതോടെ ജീവനക്കാർ മുങ്ങി നടക്കുകയാണ്. ബാങ്ക് സ്റ്റേറ്റ്മെന്റുകളും CCTV ദൃശ്യങ്ങളും പുറത്തു വന്നതോടെ ജീവനക്കാർ നടത്തിയ പണാപഹരണം വ്യക്തമായി. പേരൂർക്കടയിലെ സ്ഥാപനത്തിലെ ജീവനക്കാർ കഴിഞ്ഞ 1.5 വർഷത്തിനിടെ നടത്തിയത് 66 ലക്ഷം രൂപയുടെ ബാങ്ക് ഇടപാടുകളാണെന്ന തെളിവുകൾ ലഭിച്ചിരുന്നു. ഇതിൽ കസ്റ്റമേഴ്സിൽ നിന്ന് വാങ്ങിയ തുക എത്രയാണെന്ന് വ്യക്തത വരുത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. അതേസമയം മൊഴി നൽകാമെന്ന് അറിയിച്ച 3 ജീവനക്കാരും പോലീസ് സ്റ്റേഷനിലെത്താതെ മുങ്ങി നടക്കുകയാണ്. QR കോഡ് മാറ്റിവെച്ച് 69 ലക്ഷം രൂപ തട്ടിയെന്ന ദിയയുടെ പരാതിയെ തുടർന്നാണ് ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങൾ പോലീസ് പരിശോധിച്ചത്. 2024 ജനുവരി മുതൽ 66 ലക്ഷം രൂപയുടെ ഇടപാടുകളാണ് വിനീത, ദിവ്യ, രാധാമണി എന്നിവർ വലിയതുറ SBI ബാങ്കിൽ നടത്തിയിട്ടുള്ളത്. ഇതിൽ ഒബൈഒസിയിലെ കസ്റ്റമേഴ്സിൽ നിന്ന് കൈപ്പറ്റിയ പണം എത്രയാണെന്നും പോലീസ് പരിശോധിക്കുകയാണ്. സാധനങ്ങൾ വിൽപ്പന നടത്തുമ്പോൾ ബിൽ ബുക്കിൽ തുക രേഖപ്പെടുത്താറുണ്ട്. ബിൽ ബുക്കും അക്കൗണ്ട് ഇടപാടുകളും പരിശോധിച്ചാൽ സ്ഥാപനത്തിന്റെ പേരിൽ ലഭിച്ച തുക എത്രയാണെന്ന് വ്യക്തമാകുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ്. അക്കൗണ്ട് വഴിയല്ലാതെ നേരിട്ടും ജീവനക്കാർ പണം കൈപ്പറ്റിയതായി കസ്റ്റമേഴ്സിൽ നിന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ നേരിട്ട് എത്ര തുക വാങ്ങിയെന്നതിനെക്കുറിച്ചും പോലീസ് അന്വേഷിക്കുകയാണ്.